അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത പറയാൻ വേണ്ടി വന്ന വിഷയങ്ങൾ, നമ്മളെ ദീനിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് ഒരുപാട് എന്ന് പറയാൻ പറ്റൂല, രണ്ട് മൊല്ലാക്കന്മാർതാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ പറയുന്നതും ഞാൻ കേട്ടതും ഞാൻ പറയുന്നതുമായ രണ്ട് മൊല്ലാക്കന്മാരുടെ കാര്യങ്ങൾക്ക് അറിയാലോ. അപ്പം അവർ ദീനിൻ്റെ പേരും പറഞ്ഞ് പെണ്ണുങ്ങളെ അടിച്ചമർത്തുകയും പെണ്ണുങ്ങളെ കൊണ്ട് അത്രയും കുറ്റം പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരെ ആണുങ്ങളെ മുൻനിരയിൽ നിരത്തിക്കൊണ്ട് ഭർത്താവിൻ്റെ കാലിൻ്റെ അടിയിൽ ജീവിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യമാർ അത്രയും പെണ്ണുങ്ങളെ താഴ്ത്തിക്കെട്ടി പെണ്ണുങ്ങളെ കൊണ്ട് കുറ്റവും കുറവും പറഞ്ഞ് പെണ്ണിൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുകയും ദീനിൻ്റെ പേരും പറഞ്ഞ് ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിച്ച് ഒരുപാട് ആണുങ്ങൾക്ക് പ്രോത്സാഹനം കൊടുപ്പിച്ചുകൊണ്ടും പ്രോത്സാഹനം കിട്ടിക്കൊണ്ടും ഭർത്താക്കന്മാരും ആണുങ്ങളും പെണ്ണുങ്ങളോട് അത്രയും ക്രൂരത കാട്ടുകയും അത്രയും മാനസികമായും ശാരീരികമായും പെണ്ണിനെ ഉപദ്രവിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ രണ്ട് മൊയ്ലന്മാരാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കും ഇതെന്താ നിങ്ങൾ പറയാൻ കാരണമെന്ന്. ഇപ്പം റിഫേൻ്റെ മെഹനാസിൻ്റെ കാര്യങ്ങൾ കണ്ടില്ലേ? പെണ്ണിൻ്റെ രണ്ട് ജീവിതം നശിച്ച്. അങ്ങനെ യൂട്യൂബിൽ നിങ്ങൾ കണ്ടില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടില്ലേ, എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത് ഭർത്താവ് കാരണം, കാമുകം കാരണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞു തരണോ? ഇതെല്ലാം എങ്ങനെ ചെയ്യാണ്ട് നിൽക്കും? ഞാൻ ഇന്നലെയും പാർക്കിൽ പോയപ്പോൾ എന്നോട് ഒരുപാട് പെണ്ണുങ്ങൾ, ഞായറാഴ്ചയാണ്, ഒരുപാട് ആളുള്ള സഭയിൽ നിന്ന് പെണ്ണുങ്ങൾ എന്നോട് പറയാം, സാബിറ നീ പറയുന്നത് വളരെ സത്യമാണ്. ആ രണ്ട് മൊയ്ലാമാരെ ഇങ്ങക്കറിയാലോ, രണ്ട് മൊയ്ലാമാർ ഇങ്ങക്കറിയാലോ ഞാൻ പറയുന്ന ആളെ ഏതാന്ന്? രണ്ട് മൊയ്ലാറും പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ ഇങ്ങനെ ദീനിൻ്റെ പേരും പറഞ്ഞ് കുറ്റം പറഞ്ഞാൽ വീണ്ടും ആണുങ്ങൾക്കത് പ്രോത്സാഹനല്ലേ കിട്ടുന്നത്. വീണ്ടും പെണ്ണുങ്ങളോട് അങ്ങനെ ചെയ്യാനുള്ള കാരണം അതിന് ഇടവരുത്തി കൊടുക്കുന്നത് ഈ ഉസ്താദല്ലേ. ഞങ്ങൾ ഈ രണ്ട് ഉസ്താദിൻ്റെ വീഡിയോസ് കാണലേ ഇല്ല എന്ന് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം കുറ്റം വിളിച്ച് പറയുന്നത്. നിങ്ങൾ ഉസ്താദ് കുറ്റം വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തി കമൻ്റ് ഇടുന്നവർ ആരാണെന്ന് നിങ്ങൾ അറിയോ? ആ ഉസ്താദുമാരെ സൈന്യക്കാരാണ്. ഉസ്താദിൻ്റെ പിന്നാലെ ഉസ്താദുമാരെ താണ്ടി നടക്കുന്ന ഉസ്താദിൻ്റെ സൈന്യക്കാരാണ്. ആ വീട്ടിലുള്ള 3ഉം 4ഉം 5ഉം ഫോണിൽ നിന്നുള്ള കമൻറ്റുകളാണ് അവരുടെ വീഡിയോസിൻ്റെ താഴെ ഞങ്ങളെ കൊണ്ട് കുറ്റപ്പെടുത്തിയിട്ടിടുന്നത്. അല്ലാണ്ട് പുറത്തുനിന്ന് ആരുമല്ല. നിങ്ങൾ പെണ്ണുങ്ങളോട്, ഈ ലോകത്തുള്ള പെണ്ണുങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്നാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ഈ പെണ്ണുങ്ങളെ കൊണ്ട് അങ്ങേയറ്റം ദീനിൻ്റെ പേരും പറഞ്ഞ് പെണ്ണുങ്ങളെ കൊണ്ട് അങ്ങേയറ്റം കുറ്റവും കുറവും, ആണിൻ്റെ ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കണം, കാലിൻ്റെ അടിയിൽ ജീവിക്കണം, എന്ത് പെണ്ണിന് വിഷമം വന്നാലും രോഗമാണെങ്കിലും ഭർത്താക്കന്മാർക്ക് കിടന്നു കൊടുക്കണം, ഭർത്താവിനോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് വിളിച്ചു പറയുന്ന രണ്ട് മൊയ്ലാമാരില്ലേ, പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം വിളിച്ചു പറയുന്നത്? അവരാണ് ഇതിനെല്ലാം കാരണക്കാരൻ. പെണ്ണുങ്ങളെ നിങ്ങൾ പ്രതികരിക്കണം. ഇത് ഏത് സ്ഥലത്ത് നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ദീനിൻ്റെ പേരും പറഞ്ഞ് പെണ്ണുങ്ങൾ അങ്ങേയറ്റം തരം താഴ്ത്തി കെട്ടുന്ന മുല്ലാക്കന്മാർ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കൊണ്ടാണ് പീഡനം കൂടുന്നത്. നിങ്ങൾ കണ്ടില്ലേ, 2-3 ദിവസം മുന്നേ ഞാൻ പറയുന്ന ഒരു ഉസ്താദ് പറഞ്ഞത്, പള്ളിയിൽ നിന്ന് എല്ലാ നിസ്കാരം ഓത്തും കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഓറ് ചെയ്യാത്ത ഇല്ല, അത്രയും എല്ലാ നിസ്കാരം പറയുന്നുണ്ട് ആണുങ്ങൾ. ഭർത്താവ് നിസ്കരിച്ച് വീട്ടിൽ വന്ന് ഭാര്യ ചായ കൊടുത്തില്ല എന്ന് അതിൻ്റെ താഴെ കമൻറ്റ് ഞാൻ കണ്ടിക്കും. അതെന്താ നബി ചെയ്തതിനോട്ട് ആ ഭർത്താവിന് ഭാര്യക്ക് കാച്ചി കൊടുത്തുകൂടാ? ഭാര്യ വയലും കേട്ട് കുത്തിരിക്കുന്നത്. ഏതോ ഒരു ഉസ്താദിൻ്റെ പേരും പറയും. ഉസ്താദിന് തന്നെ തമ്മാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാത്ത സ്ഥിതിയാണ്. ഉസ്താദുമാർ തന്നെ ഉസ്താദുമാർക്കുള്ള പ്രതികരണവും അവരുടെ കുറ്റവും കുറവും വിളിച്ചു പറയുന്ന കാലഘട്ടമാണ്. അപ്പം ഏതോ ഒരു ഉസ്താദിൻ്റെ വയലും കേട്ട് കുത്തിരിഞ്ഞ് കളഞ്ഞ് ഭർത്താവിന് ചായ കൊടുത്തില്ല. ഈ ഭർത്താവിന് എന്താ ഭാര്യക്ക് ചായ കൊടുത്തുകൂടാ? ഭാര്യ വീട്ടിൽ എന്താ വെറുതെ ഇരിക്കുന്നതാണോ? ഭാര്യ നിങ്ങളെ നിസ്കാരം, നിങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് വേഗം കാൽമുഖവും കൈയിട്ട് നിങ്ങൾക്ക് കാര്യം നിസ്കരിക്കുക. പെണ്ണുങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിസ്കരിക്കുന്നത് നിങ്ങൾ അറിയൂല. മക്കളും വീട് പണിയും ഒക്കെ ആയിട്ട് അങ്ങനത്തേത് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം കുറ്റവും കുറവും വിളിച്ചു പറഞ്ഞ് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് പെണ്ണുങ്ങൾ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് മക്കളെ ഇന്ന് ഈ ലോകത്ത് മുഴുവനും ആണുങ്ങളല്ല, ഭൂരിപക്ഷം ഈ പെണ്ണുങ്ങളും പുറത്ത് പറയാത്തവരുണ്ട്. ഭർത്താക്കന്മാർ പലതും കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ,
എത്ര പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്, ആണുങ്ങൾ ചെയ്തിട്ട്, ഭർത്താക്കന്മാർ ചെയ്തിട്ട് ഈ തൂങ്ങി മരിച്ചാലും കേസ് കൊടുത്താലല്ലേ നിങ്ങൾ പുറം ലോകം അറിയുന്നുള്ളൂ. പുറം ലോകം അറിയാണ്ട് എത്ര പെണ്ണുങ്ങളുണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കഷ്ടപ്പെടുന്നത് നിങ്ങൾ അറിയോ? കഷ്ടപ്പെടുന്നറിയോ? ഉസ്താദ് വയൽ അങ്ങനെ പറഞ്ഞിക്ക്, ഭർത്താവിനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഭർത്താവിനോട് നിങ്ങൾ ഇങ്ങനെ കാട്ടണം, ഭർത്താവിനോട് ഇങ്ങക്ക് രോഗമാണെങ്കിലും നിങ്ങൾ ഞങ്ങളെ കൂടെ ഞങ്ങളെ കിടപ്പറയിൽ നിങ്ങൾ കിടന്നു തരണം, ഞങ്ങളെ സുഖത്തിന് നിങ്ങൾ അതനുസരിച്ച് ഞങ്ങൾക്ക് കിടന്നു തരണം എന്ന്, ഇങ്ങക്ക് രോഗമായാൽ ഞങ്ങൾക്ക് കിടന്നു തരണം എന്നല്ലേ ദീനിന്റെ പേരും പറഞ്ഞ് ഉസ്താദന്മാർ വയൽ വിളിച്ച് പറയുന്നത് അല്ലേ? രണ്ട് ഉസ്താദാണ് പറയുന്നത്. മറ്റുള്ള ഉസ്താദന്മാരെല്ലാം കുറെ അവരെ ദിക്റും സലാത്തും കൊണ്ടും തന്നെയാണ് പറയുന്നത്. ഇത് പെണ്ണുങ്ങളെ കൊണ്ട് പറ എന്നും പറഞ്ഞിട്ട് മുല്ലാക്കന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ? മുല്ലാക്കന്മാരെ സൈന്യക്കാർ മുല്ലാക്കന്മാരോട് പറയിപ്പിക്കുന്നതല്ലേ? ഇതെല്ലാം ഉണ്ടോ ഉസ്താദിന് മനസ്സിലായെന്ന്? നിങ്ങൾ പറയണം മക്കളെ, ദീനിന്റെ പേരും പറഞ്ഞ് ഭാര്യമാരെ മാത്രം കുറ്റം വിളിച്ച് പറഞ്ഞ്, പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം കുറ്റം വിളിച്ച് പറഞ്ഞ് ആണുങ്ങളെ മനസ്സിലേക്ക് പ്രോത്സാഹനം ഇട്ട് കൊടുക്കുന്ന നിങ്ങൾ പ്രതികരിക്കണം മക്കളെ, നിങ്ങൾ പ്രതികരിക്കണം. ആ മുല്ലാക്കന്മാരെ നേരെ നിങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം മക്കളെ. ഇന്ന് സമൂഹത്തിൽ ഞങ്ങളെ വീട്ടിലൊന്നും അങ്ങനെയില്ല. ഇന്ന് ലോകത്തിന് വേണ്ടി ഞാൻ ഈ സംസാരിക്കുന്നത്, ലോകത്തിന് വേണ്ടി ഞാൻ ഈ സംസാരിക്കുന്നത്. എവിടെ ഇനിയും ഒരുപാട് കിടക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, പാർക്കിൽ പോയപ്പം ഒരുപാട് പെണ്ണുങ്ങളാ, മുസ്ലിം പെണ്ണുങ്ങളാ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഉസ്താദ് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം വിളിച്ചു പറഞ്ഞാൽ ആണുങ്ങൾക്ക് അത് പ്രോത്സാഹനമല്ലേ, ആണുങ്ങൾ വീണ്ടും വീണ്ടും പെണ്ണുങ്ങളോട് ചെയ്യാൻ കാരണമാകൂലേ എന്ന്. പടച്ചാനാണ് സത്യം. ഒരുപാട് പെണ്ണുങ്ങൾ എന്നോട് പാർക്കിൽ വെച്ച് പറഞ്ഞതാണ്. അവർക്ക് പറയാൻ യൂട്യൂബ് ഇല്ല, അവർക്ക് പറയാൻ മാധ്യമമില്ല, മാധ്യമക്കാരത്തായ എന്ന നിലയിലാണ് എന്നോട് അവർ പറയുന്നത്. അത് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ തന്നെയാണ് അവർ പറയുന്നത്. അവർക്ക് യൂട്യൂബ് ഇല്ല, മാധ്യമമില്ല. നിങ്ങളോട് പറയാനാണ് എന്നോട് പറയാൻ വേണ്ടിയാണ് എന്നോട് പറയുകയും ചെയ്തത്. അവര് പറഞ്ഞപ്പോഴാണ് എനിക്ക് പോലും എൻ്റെ തലച്ചോറ്റിൽ അതിൽ മനസ്സിലാകുന്നത്. അത് ശരിയാണല്ലോ, പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആണുങ്ങൾക്ക് പ്രോത്സാഹനല്ലേ ആ കൊടുക്കുന്നത്. പിന്നെ ഈ കേൾക്കുന്ന ഈ ഉസ്താദിന്റെ പിന്നെ സംസാരം കേൾക്കുന്ന ആണുങ്ങൾ മുഴുവനും വീട്ടിൽ ചെന്ന് പെണ്ണുങ്ങളുടെ കാട്ടിക്കൂട്ട് എന്താ? ഉസ്താദ് അങ്ങനെ പറഞ്ഞിക്ക് ഭാര്യമാരോട് ഇങ്ങനെ നിൽക്കല, ഭർത്താവിനോട് ഇങ്ങനെ നിൽക്കണം, ഭർത്താവിന് ഇങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് രോഗമാണെങ്കിലും ഞങ്ങൾക്ക് കൂടെ ഞങ്ങളെ റൂമിൽ നീ കിടന്നു തരണം, ഞങ്ങളെ സുഖത്തിന് നീ വഴിവെച്ച് തരണം എന്നൊക്കെ വിളിച്ച് പറഞ്ഞിക്ക് ഞങ്ങളെ ഉസ്താദ്. അതുകൊണ്ട് നീ ഞങ്ങളെ കീഴിൽ ജീവിക്കണം, നിങ്ങൾ ഞങ്ങളെ കിടപ്പറയിൽ ഞങ്ങൾക്ക് സുഖമില്ലെങ്കിലും ഞങ്ങളെ കിടപ്പറയിൽ സുഖം കാട്ടിത്തരണം, ചെയ്തു തരണം എന്ന് ഞങ്ങളെ ഉസ്താദ് പറഞ്ഞിക്കെന്നും പറഞ്ഞ് എത്ര ആൾക്കാർ ആണുങ്ങൾ പോയിട്ട് പെണ്ണുങ്ങളെ ക്രൂശിക്കും. ഇതെല്ലാം എന്നോട് അവര് പെണ്ണുങ്ങൾ പറഞ്ഞു തരുമാണ്. അതുപോലും എനിക്ക് മനസ്സിലാകുന്നത് ശരിയല്ലേ? അത് ശരിയല്ലേ? ദീനിന്റെ പേരും പറഞ്ഞിട്ടല്ലേ പെണ്ണുങ്ങളെ മാത്രം തരം താത്തിയിട്ട് പറയുന്ന രണ്ട് ഉസ്താദ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്ക് വിവാദമായിട്ട് വന്ന രണ്ട് ഉസ്താദുമാർ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഉസ്താദുമാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഉസ്താദെ, സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉസ്താദ് നിങ്ങൾ മനസ്സിലാക്കണം. പല സൈന്യക്കാർ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ലക്ഷങ്ങളും ആയിരക്കണക്കിന് രൂപകളും ഞങ്ങൾ തരാ, നിങ്ങൾ ഇന്നേത് പറയണം എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഉസ്താദെ നിങ്ങളെ വില നഷ്ടപ്പെടുന്നുണ്ട്. ഉസ്താദെ നിങ്ങളെ വില നഷ്ടപ്പെടുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് വീഡിയോസ് അങ്ങോട്ടേക്ക് വില നഷ്ടപ്പെടുന്നുണ്ട് ഉസ്താദെ. അതുകൊണ്ട് നിങ്ങൾ പണത്തിന് വേണ്ടി നിങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം കുറ്റം പറയുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ ജീവിതം നശിക്കുന്നുണ്ട് ഉസ്താദെ. പല ആണുങ്ങളും വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് പെണ്ണുങ്ങൾ നിങ്ങളെ വാക്ക് കേട്ടിട്ട് പെണ്ണുങ്ങളോട് ഭാര്യമാരോട് അത്രയും മോശമായിട്ട് അവർ പെരുമാറുകയും ഭാര്യമാർക്ക് നിക്കക്കള്ളിയില്ലാതെ മാനസികമായ സ്വസ്ഥതയില്ലാതെ തൂങ്ങി മരിക്കുകയും അവർ വീട് വിട്ടിറങ്ങിപ്പോകുന്നതും ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. പിന്നെ കേസും ഗുലുമാലും മരണവുമായാലാണ് നമ്മുടെ പുറം ലോകം അറിയുന്നുള്ളൂ ഉസ്താദെ. വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് പെണ്ണുങ്ങൾ വിഷമം സഹിക്കുന്നുണ്ട്, ഒരുപാട് പെണ്ണുങ്ങൾക്ക് വിഷമം കൊടുക്കുന്നുണ്ട് ഈ ആണുങ്ങൾ. നിങ്ങളെ വർത്താനം കേട്ടിട്ട് ഉസ്താദെ. പാർക്കിൽ ഞാൻ പറഞ്ഞില്ലേ പോയപ്പോൾ, പാർക്കിൽ മാത്രമല്ല ഞാൻ എവിടെ പോയാലും എന്നോട് പറഞ്ഞ രണ്ട് ഉസ്താദിനെ കൊണ്ട് ഇനി പറഞ്ഞത് വളരെ ശരിയാണ് സാബിത്ത. കൊടുക്കണം സാബിത്ത, ഞങ്ങൾക്ക് മാധ്യമമില്ല, ഞങ്ങൾക്ക് യൂട്യൂബ് ഇല്ല സാബിത്ത, കൊടുക്കണം സാബിത്ത. മറുപടി കൊടുത്ത നന്നായിരിക്കുന്ന ഉസ്താദുമാരെ എന്നോട് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പൊന്നാര ഉസ്താദെ, പണത്തിന് വേണ്ടി പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം ഒരു പള്ളിയിൽ അങ്ങേയറ്റം നിസ്കരിച്ച് വന്ന പെണ്ണ് വീട്ടിൽ വന്നപ്പം ഭർത്താവിന് ചായ കൊടുത്തില്ല നിങ്ങൾ പറഞ്ഞില്ലേ ഉസ്താദെ? അപ്പൊ ആ പെണ്ണ് വേറെ ആരോ വയല് കേൾക്കുന്ന ഫോണിൽ എന്ന്, അതല്ലേ നിങ്ങൾ കണ്ടുകൊള്ളും. പച്ച നുണയല്ലേ നിങ്ങൾ പറയുന്നത് ഉസ്താദെ? എന്തെല്ലാം നുണകളാ നിങ്ങൾ വിളിച്ചു പറയുന്നത് അല്ലേ? നിങ്ങൾ പലപ്പോഴും പറയുന്നത്, ഞാൻ ഇന്നേ വണ്ടിയിൽ പോയപ്പം ഭർത്താവ് എന്നോട് പറയും എൻ്റെ ഭാര്യ ഇങ്ങനെ കാട്ടി, ഞാൻ ലോറിയിൽ പോയപ്പോൾ എന്നോട് പറയുന്നത് എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ കാട്ടി, ഞാൻ മദ്രാസ് പോയപ്പോൾ ഭാര്യ പറയുന്നത് എന്നോട് ഇങ്ങനെ കാട്ടി, പെണ്ണേ നീ അങ്ങനെ, പെണ്ണേ ഇങ്ങനെ പറഞ്ഞ് വിളിച്ച്. പച്ച നുണയല്ലേ ഉസ്താദെ? അത് പച്ച നുണയല്ലേ?
ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പുറംലോകത്ത് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അത് സത്യസന്ധത ആയതുകൊണ്ടല്ലേ കാണിച്ചു കൊടുക്കാത്തത്. നിങ്ങൾ നുണ പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവാണല്ലോ, അല്ലേ ഉസ്താദെ? അല്ലേ? ഞാൻ ആണുങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തുള്ള ആണുങ്ങൾക്ക് വേണ്ടി, പെണ്ണുങ്ങളെ സുരക്ഷിതത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചപ്പോൾ അത് നിങ്ങൾ പുറംലോകം കാണിച്ചു കൊടുക്കാതെ എന്നെ കൊണ്ട് കുറ്റം മാത്രം പറഞ്ഞു കൊടുത്ത് എന്നെയും മോശമാക്കി ചിത്രീകരിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ ഉസ്താദുമാരെ? ഒരിക്കലും ആ വിഷയം ഞാൻ പൊരുത്തപ്പെടൂല, ആ വിഷയം ഞാൻ പൊരുത്തപ്പെടൂല. പണം ഇന്ന് വരും നാളെ പോകും ഉസ്താദെ. നിങ്ങൾക്ക് ലക്ഷങ്ങൾ തന്നിട്ടാണ് നിങ്ങൾ ഇതെല്ലാം വിളിച്ച് പറയുന്നത്, നിങ്ങളെ സൈന്യക്കാർ. ഉസ്താദെ, ഞാൻ മറ്റേ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയാ, പണം ഇന്ന് വരും നാളെ പോകും. ദുനിയാവ് നെടുക്കുവാനുള്ളതാണ് പൈസ ഉസ്താദെ. അതുകൊണ്ട് വളരെ മനസ്സിലാക്കണം ഉസ്താദെ. നിങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം കുറ്റം പറഞ്ഞ് ഈ ആണുങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് എന്തെല്ലാം കാട്ടുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്നലെ ജാമിദ ടീച്ചർ ഒരു വീഡിയോസ് ഞാൻ കേട്ടല്ലോ. പിന്നെ ഭാര്യയും ഭർത്താവും സംയോഗം ചെയ്യുമ്പോൾ ഏതോ ഒരു ആളാ മനസ്സിൽ ഓർമ്മിക്കണമെന്ന്, ഏതോ ഒരു നേർച്ച സ്ഥലത്തുള്ള ആളോ ഏതോ ഒരാളെ പേര് പറഞ്ഞിട്ട് മനസ്സിൽ ചിന്തിക്കണം സംയോഗം ചെയ്യുമ്പോൾ എന്ന്. അള്ളാനെ ഓർത്തിട്ടല്ലേ സംയോഗം ചെയ്യേണ്ടത്? അതിൽ ജനിക്കുന്ന കുട്ടികളല്ലേ അള്ളാഹ്ക്കുള്ള മക്കളായി വളരുക. ഇതെന്ത് അതേപോലെ ദീനിന്റെ പല കാര്യങ്ങളും, നമ്മളെ ദീനിന്റെ കാര്യം പറയാന്ന് വിചാരിച്ചാൽ പണ്ടേ ഉള്ള ചരിത്രം പറയാന്ന് വെച്ചാല് നമ്മളെ മുസ്ലിങ്ങളെല്ലാം വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയം ആരും ആദ്യം എടുത്ത് പറയുകയും ചെയ്യണ്ട. നമ്മളെ ലോകം കുട്ടിച്ചോറായിപ്പോവും. ഹിന്ദുക്കളല്ലേ ഞാൻ പറയുന്നത്, ഓല് അത്ര നല്ല മനുഷ്യന്മാരാണ്. ഓലെ ഞാൻ മാറ്റി നിർത്തി മുസ്ലിങ്ങളോട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഉസ്താദുമാരെ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം വിളിച്ച് പറഞ്ഞത് കൊണ്ടല്ലേ ഈ സമൂഹം ഇപ്പൊ എങ്ങനെയാകുന്നത്? എത്ര പെണ്ണുങ്ങളെ ജീവിതം നശിക്കുന്നത് ഉസ്താദ്. നിങ്ങളെ ദീനിന്റെ പേരും പറഞ്ഞ് പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട്, പെണ്ണുങ്ങളെ മാത്രമല്ലേ നിങ്ങൾ കുറ്റം പറയുന്നത്? പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എത്ര പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ ജീവിത ഉസ്താദെ നശിക്കുന്നത്, ദീനിന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട്. ഉസ്താദെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കും, നിങ്ങളെ വാക്ക് കേട്ടിട്ട് അവർ വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് ഏതെല്ലാം രീതിയിലാണ് കാട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതും ഉസ്താദിന്റെ വീഡിയോ ഫോണിൽ എത്തൂല. പക്ഷേ പെണ്ണുങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന 2 ഉസ്താദ്മാർ നിങ്ങൾക്ക് അറിയാലോ, ആ 2 ഉസ്താദിന്റെ ഫോണിലും ഈ വീഡിയോസ് നിങ്ങൾ ഇട്ട് കൊടുക്കണം. ആണുങ്ങൾ ഇട്ട് കൊടുക്കൂല. ഞാൻ പറഞ്ഞില്ലേ, ആണുങ്ങളെ കൊണ്ട് പറയണമെന്ന് പറഞ്ഞ വാക്ക് ഉസ്താദിന്റെ ഫോണിൽ ആണുങ്ങൾ ഇട്ട് കൊടുത്തില്ല. ഷോർട്ടാക്കിയിട്ട് ഞാൻ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം എന്താ പറയുന്നതെന്നുള്ള വിഷയം മാത്രം ഇട്ടുകൊടുത്ത്, ഈ ലോകത്തുള്ള ആണുങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞ വാക്ക് അവർ ഇട്ടുകൊടുത്തില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നാര പെണ്ണുങ്ങളെ, നിങ്ങൾ ആ 2 ഉസ്താദിന്റെ ഫോണിലും നിങ്ങൾ ഇട്ട് കൊടുക്കണം ഈ വീഡിയോസ്. എന്നാലാണ് ആ ഉസ്താദ് മുഴുവനും കേൾക്കുള്ളൂ. എല്ലാവരും ഉസ്താദിന്റെ സൈന്യക്കാർ ഷോർട്ടാക്കി കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മുഴുവനും ഇത് ഉസ്താദ് കേൾക്കണം. പെണ്ണുങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉസ്താദുമാർ 2 ഉസ്താദുമാർ ഫോണിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഉസ്താദുമാർ അറിയുന്നില്ല ഞാൻ പറഞ്ഞ വാക്കുകൾ മുഴുവനും. ഉസ്താദിന് പണയേ വേണ്ടു. ആ ലോകം അങ്ങനെ ആവുമെന്ന് പറഞ്ഞിട്ടല്ലോ. തലയെക്കെട്ട് കാറും കിയാമന്നാൾ അടുത്തുകൊണ്ടിരിക്കുമ്പം തലയെക്കെട്ട് കാറും അങ്ങനെ ആകുമെന്ന് ചരിത്രം പറഞ്ഞിട്ടല്ലോ. അങ്ങനെ നടക്കൂ. അതുകൊണ്ട് ഉസ്താദമാരെ മനസ്സിലാക്കണേ. പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം നിങ്ങൾ കുറ്റം വിളിച്ച് പറയുമ്പോൾ അത് പല ആണുങ്ങളും അവരുടെ വീട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളോട് അങ്ങനെ കാട്ടുന്നുണ്ട്. നാളെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിക്ക് ദീനിന്റെ അകത്ത് അങ്ങനെയാണുള്ളത്, ഇസ്ലാമിൽ അങ്ങനെയാണുള്ളത്. പെണ്ണുങ്ങളെ നിങ്ങൾ അങ്ങനെ കാട്ടണം ഞങ്ങളോട്, ഇങ്ങനെ ചെയ്യണം ഞങ്ങളോട് എന്നും പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ അത്രമാത്രം ക്രൂശിക്കുന്നതും പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നതുമായ ഒരുപാട് വീടുകളുണ്ട് ഉസ്താദെ. നിങ്ങളെ വാക്ക് കേട്ടിട്ട് ആണുങ്ങൾ. ഞാൻ നിർത്തുകയാണ്. ഇത് ഉസ്താദിന്റെ ഫോണിൽ കംപ്ലീറ്റ് ഈ വീഡിയോസ് ഫുള്ളായിട്ട് പെണ്ണുങ്ങളെ നിങ്ങൾ ഇട്ട് കൊടുക്കണേ, ആണുങ്ങൾ ഇട്ട് കൊടുക്കൂല. ഓക്കെ മക്കളെ.